2025. ബഹുമാന്യരായ ഭരണാധികാരികളെ, നീതിപീഠങ്ങളെ, മാധ്യമ പ്രവർത്തകരെ, സ്വഭാവ ഗുണങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന മാനവ നന്മയ്ക്കായുള്ള സ്നേഹാലയെയും ഞങ്ങളെയും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമോ? സ്നേഹാലയ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമായ പങ്ക് വഹിച്ചുകൊണ്ടും നിരീശ്വരവാദികളും ദൈവവിശ്വാസികളും മരണപ്പെട്ടാൽ വ്യത്യസ്തമായ മരണാനന്തര കർമ്മങ്ങൾ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളിലൂടെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തകർത്തെറിഞ്ഞ് സ്നേഹാലയ ലോകമാനവ നന്മയ്ക്കായി നിലകൊള്ളുന്നു. 1995 മാനവ നന്മയ്ക്കായി ഞാൻ വാങ്ങിയിട്ടുള്ള 7 സെന്റ് സ്ഥലത്ത് എൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുവാൻ തടസ്സങ്ങൾ സൃഷ്ടിച്ചവർക്കെതിരെ കൂലിപ്പണിക്കാരനായ ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് തപാൽ വഴിയും ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് ഞാൻ നേരിട്ടും പരാതികൾ നൽകി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഹൈക്കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അർഹരായവർക്ക് നീതി ലഭിക്കുന്നതിനായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ലീഗൽ സർവീസസ് അതോറിറ്റിയെ ബഹുമാന്യരായ ന്യായാധിപർ വിശദമായി പഠിച്ചുകൊണ്ട് അർഹരായവർക്ക് എത്രയും വേഗം നീതി ലഭിക്കുന്നതിനായുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണമെന്ന് വളരെ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. എത്രയും വേഗം ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനായി മൂവാറ്റുപുഴ മുനിസിപ്പൽ കോടതി കവാടത്തിന് മുന്നിൽ ഞങ്ങൾ സമരം ചെയ്തപ്പോൾ 2024 ഒക്ടോബർ 8 മൂവാറ്റുപുഴ കോടതി ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഹൈക്കോടതി ജഡ്ജിക്ക് എൻ്റെ വിവിധ വിഷയങ്ങളടങ്ങിയ പരാതികളുടെ കോപ്പികളും തിരുവള്ളുവർ എഴുതിയ തിരുക്കുറളും ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറി VV ശ്യാം എന്നോട് ആത്മാർത്ഥമായി സഹകരിച്ചതിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. സ്നേഹാലയ എൻ്റെ പ്രാണവായുവാണ്. ഞാൻ കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന ഒരു ദിവസത്തെ ശമ്പളത്തിൽ നിന്നും 200 രൂപ മാറ്റിവെച്ച് എൻ്റെ പ്രവർത്തനങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകുന്നത്. സ്നേഹാലയയുടെ പരസ്യ ബോർഡുകൾ കേരളം വ്യാപകമായി വയ്ക്കുന്നതിനായി കേരള ജനസമൂഹം ഞങ്ങളോട് സഹകരിക്കണമെന്ന് പ്രത്യേകം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സ്വഭാവ ഗുണമുള്ള ഏതൊരാൾക്കും സ്നേഹാലയെ മുന്നോട്ട് നയിക്കാം. സ്വാതന്ത്ര്യം നേടിയ സ്വതന്ത്ര ഇന്ത്യയിലെ പാവപ്പെട്ടവനും സാധാരണക്കാരനും പെട്ടുപോയ ജീവിത അവസ്ഥയെക്കുറിച്ചും രാഷ്ട്രത്തെയും ജനങ്ങളെയും സംരക്ഷിക്കപ്പെടേണ്ടതായ ഭരണഘടനയെക്കുറിച്ചും ഫേസ്ബുക്കിലൂടെ ഞാൻ സമർപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ വായിക്കുക. ബഹുമാന്യരായ ഭരണാധികാരികളെ, നീതിപീഠങ്ങളെ, മാധ്യമ പ്രവർത്തകരെ, ഈ ആധുനിക ശാസ്ത്രയുഗത്തിൽ അന്ധവിശ്വാസങ്ങളിലും കെട്ടുകഥകളിലും അടിമപ്പെട്ട ജനസമൂഹത്തെ ചൂഷണം ചെയ്ത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയുക. ഈ ചൂഷണം മാരകമായ ഒരു വിഷമാണ്. ഈ കാരണങ്ങൾ ബോധ്യപ്പെട്ട് അവരെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മാത്രം കടമയാണ്. നമ്മുടെ രാഷ്ട്രത്തെയും ജനങ്ങളെയും ജീവപരമ്പരയെയും ഈ ഭൂഗോളത്തെയും സംരക്ഷിക്കുന്നതിനായി നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ധീരതയോടെ പ്രവർത്തിക്കുക. സത്യം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്ന കാരണത്താൽ എന്നെ കൊല്ലുന്നവരും കൊല ചെയ്യിപ്പിക്കുന്നവരുടെയും മനസാക്ഷി അവരോട് തന്നെ പറയും, സ്വാമിനാഥൻ തന്തയ്ക്ക് പിറന്നവനാണെന്ന്. സ്നേഹാലയ സ്വാമിനാഥൻ യൂട്യൂബിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുക. സ്നേഹാലയ സ്വാമിനാഥൻ ഫേസ്ബുക്കിൽ അച്ഛൻ എഴുതിയ വിവിധ വിഷയങ്ങൾ നിങ്ങൾ വായിക്കുക. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. പ്രപഞ്ചം നിറഞ്ഞ സ്നേഹത്തോടെ സ്നേഹാലയ സ്വാമിനാഥൻ.